എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും കർത്താവിൽ പ്രസിദ്ധനും ഈ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ റെന്നി എടപ്പറമ്പിൽ അവറുകൾ, സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവമക്കൾ, മറ്റു മീഡിയകളിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഇന്നലെ നമ്മൾ വായിച്ചത്. വീണ്ടും ഈ രാത്രിയുടെ ഭാഗം വായിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഇതിൻ്റെ പശ്ചാത്തല ഭാഗങ്ങൾ ചിന്തിച്ചു. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ്. പ്രത്യാശയുടെ അപ്പോസ്തലൻ. പ്രത്യാശയെക്കുറിച്ചാണ് തൻ്റെ 2 ലേഖനങ്ങളിലും താൻ ഉദ്ബോധിപ്പിക്കുന്നു. 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ, 6-ാമത്തെ വാക്യം, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പരിശോധനയുണ്ട്, ടെസ്റ്റുണ്ട്. കർത്താവ് നമ്മളെ പരിശോധിക്കും, കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നീ പരാജയപ്പെടരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്. പത്രോസ് പറയുന്നു, നിങ്ങൾ ആനന്ദിക്കും. ഇതൊരു പ്രത്യാശയുടെ പദപ്രയോഗമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. ഒരു പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കണം. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിനിൽ ജീവിക്കുന്നവർക്ക്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവർക്ക്, വീണ്ടും ജനം പ്രാപിച്ചവർക്ക് പ്രതിസന്ധി ഇല്ലെന്നല്ല. പ്രതിസന്ധിയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കഷ്ടതകളുമുണ്ട്. അതാ പറയുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. സ്തോത്രം. ഈ വാക്യങ്ങളിലെല്ലാം പത്രോസിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് പ്രത്യാശയെക്കുറിച്ചാണ്. 1-ാം ലേഖനവും 2-ാം ലേഖനത്തിലൊക്കെ പ്രത്യാശയെക്കുറിച്ച്. ഇനിയും 2-ാം ലേഖനത്തിലോട്ട് വന്ന 1-2 വാക്യങ്ങളുടെ ആ കാര്യത്തിൽ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 2-ാം ലേഖനത്തിലേക്ക് വന്നാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്ര. സ്തോത്രം.
ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ഓർപ്പിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പത്രോസിൻ്റെ പദങ്ങളിലൊക്കെ കാണുന്നത് പ്രത്യാശയെക്കുറിച്ചാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരാവർത്തിലൂടെ ഞാൻ പറയുന്നു, ഈ യോഗങ്ങളെല്ലാം വയ്ക്കുന്നത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ കാരണമാകണം. കർത്താവിനോട് അല്പം കൂടെ അടുക്കാൻ ഒരവസരമായിട്ട് മാറണം. ഭൗതിക വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട. അകത്തെ മനുഷ്യന് വളർച്ച ഉണ്ടായതിൽ ഏറ്റവും സന്തോഷിക്കുക. ഉപവാസവും പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്, ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. എൻ്റെ വിഷയങ്ങൾക്കെല്ലാം മറുപടി തന്നേ പറ്റൂ എന്ന ശാഠ്യം പിടിക്കണ്ട. കർത്താവ് അതിന് മറുപടി തരും. പക്ഷേ എന്നാൽ അതിനപ്പുറം ഒരാത്മീക വളർച്ച നമുക്ക് പ്രാപിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണം, നമ്മുടെ ആത്മീയ മനുഷ്യൻ ഉയരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ യോഗങ്ങളൊന്നും ആത്മീയ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഭൗതിക മനുഷ്യൻ്റെ വളർച്ചയ്ക്കാണ് ഇഷ്ടംപോലെ മെസ്സേജ് കൊടുക്കുന്നത്. ഈ യോഗങ്ങളുടെ ലക്ഷ്യം നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്നതും പ്രത്യാശ ഉളവാക്കുന്ന അനുഭവമാക്കി മാറണം. സ്തോത്രം. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ യോഗം ഇതിൻ്റെ അകത്ത് നടത്തണ്ട. പല പല കാര്യങ്ങൾ ഈ ദൈവദാസനും ചെയ്യാൻ കഴിയും. സാമ്പത്തിക ലാഭമാണ് ലക്ഷ്യമെങ്കിൽ, ഭൗതികമാണ് നേട്ടമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പക്ഷേ ഒറ്റ ലക്ഷ്യം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടണം. ഈ യോഗത്തിന് വരുന്ന ദൈവമക്കൾ ആത്മീയമായിട്ട് ഉയരണം. ഈ സഭ ആത്മീയമായിട്ട് വളരണം, ഒരു ആത്മീയ വളർച്ച പ്രാപിക്കണം. 23-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നീ മുൻപോട്ട് പോയാൽ മതി, നന്മയും കരുണയും പുറകെ വരും. അതിൻ്റെ പുറകെ ഓടരുതേ. കർത്താവ് വഴികൾ തുറക്കുന്നവനാണ്. ഒരുപാട് പേരുടെ ലക്ഷ്യം തെറ്റിപ്പോയി കേട്ടോ. ഒത്തിരി പേരുടെ ലക്ഷ്യം, ഇറങ്ങിത്തിരിച്ചപ്പോൾ വലിയ ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. ഇറങ്ങിത്തിരിച്ചപ്പോൾ ലക്ഷ്യം കർത്താവിനെ എങ്ങനെയും കാണണം, കർത്താവിന് വേണ്ടി ജീവിക്കണം, സ്വർഗത്തിൽ പോകണം. ഇതൊക്കെ ആയിരുന്നു ചിന്ത. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ചിന്തയൊക്കെ മാറി. ഇനി എങ്ങനെയും ഇവിടെ ഈ ഭൂമിയിലൊന്ന് നേട്ടങ്ങൾ കൊയ്യണം, സാമ്പത്തിക ഉയർച്ച വേണം, പദവി കിട്ടണം, ഇതൊക്കെയായി ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ഷോർട്ട് വഴികളും തിരയുന്നവരുണ്ട്, എന്ത് വേണേലും ചെയ്യുന്നവരുണ്ട്. നമുക്ക് ആ വഴിയൊന്നും തിരയേണ്ട. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. ഈ യോഗം അനേകരുടെ വിടുതലിന് കാരണമായി തീരും. അനേകരുടെ ആത്മീക ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും കാരണമായി തീരും. ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാർക്ക് മുതൽ അനുഗ്രഹമായി മാറും. അവരുടെ ശുശ്രൂഷയ്ക്ക് പുതിയ അനുഭവങ്ങൾ ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിൻ്റെ പദങ്ങൾ, വാക്കുകളെല്ലാം പ്രത്യാശയെക്കുറിച്ചാണ്. പ്രത്യാശയെക്കുറിച്ച്. എന്താണ് നമ്മുടെ പ്രത്യാശ? പ്രത്യാശയുള്ളവരായിരിക്കണം. ദൈവമക്കൾക്കേറിയ പ്രത്യാശ വേണം. ഈ ലോകമനുഷ്യന് ഒരു പ്രത്യാശയില്ല കേട്ടോ. ലോകമനുഷ്യന് പ്രത്യാശയില്ല എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, തീർന്നു. പക്ഷേ ദൈവമക്കൾ അതല്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ടെന്നുള്ള പ്രത്യാശ അകത്ത് ഭരിക്കണം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. 1-2 വാക്യങ്ങളുടെ ഈ ഭാഗത്തോട് ചേർന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ വാക്യഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഒന്നുകൂടെ പറയുന്നത്, ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. പത്രോസ് അപ്പോസ്തലന്റെ പ്രത്യാശയുടെ വാക്കുകളാണ് ഞാൻ മുമ്പ് വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ ഒരു വേദഭാഗം കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവിന് വേണ്ടി നമ്മൾ ഈ കഷ്ടം സഹിക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന പ്രത്യാശയാണ്. എന്തുകൊണ്ടാണ് ഒരു ദൈവത്തിൽ കഷ്ടം സഹിക്കുന്നത്? അകത്ത് പ്രത്യാശ ഉള്ളതുകൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ദൈവമക്കളുടെ ഒരു വാഗ്ദത്തമാണ്.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കഷ്ടങ്ങൾ പെരുകുമ്പോൾ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ഹൃദയം കലങ്ങരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതല്ലേ നമ്മുടെ പ്രത്യാശ. ഇവിടുന്ന് പോകണമെന്ന് താല്പര്യമില്ലെന്ന് ചിലരുടെ മുഖം കണ്ടിട്ട്. സ്തോത്രം. നമുക്കിവിടുന്ന് പോകണം. ഇവിടെ നമ്മൾ പരദേശികളാ. ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ വെയിറ്റിംഗ് ഷെഡിൽ വഴിയാത്രക്കാരനെ പോലെ വാഹനം കാത്തു നിൽക്കുന്ന ഒരു യാത്രികന് തുല്യമാണ് നമ്മളിവിടെ. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ഒന്നുകൂടെ ആ വാക്യങ്ങളോട് ഉറപ്പിക്കാൻ വേണ്ടി പറയാം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പ്രത്യാശയാണ്. ബോധബലകമായിട്ടൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. ദൈവദാസി വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല കേട്ടോ. നാം ഇപ്പോൾ ദൈവമക്കളാണ്. ദൈവമക്കളെല്ലാം കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓക്കെ, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. സ്തോത്രം. അവനോട് നമ്മൾ സദൃശ്യന്മാര്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 29-ാമത്തെ കൂടെ വാക്യം കൂടെ ചേർത്ത് വായിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അവന്റെ പുത്രനോട് അവൻ മുന്നറിയിച്ചവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുമെന്ന്. അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകും. എത്ര പ്രത്യാശയുള്ള വാക്കുന്ന വാക്യമാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകും. അപ്പൊ ഇന്ന് നമ്മളെ കണ്ടാൽ നമ്മുടെ രൂപത്തിന് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ നിറം കൊണ്ടും നമ്മുടെ ഷേപ്പ് കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇത് മാറും. തേജസ് പ്രാപിക്കുമ്പോൾ പുത്രനോട് നമ്മൾ അനുരൂപമാകുമെന്ന്. സ്തോത്രം. മണ്ണാകുമീ ശരീരം വെറും മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം വെറും മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ഇത് മണ്ണാകുന്ന ശരീരമല്ലേ? ഇത് മണ്ണിലേക്ക് ചേരും. എന്നിട്ട് വിണ്മയമായത് ദൈവമക്കൾ പ്രാപിക്കും. വിണ്മയമായത് പ്രാപിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം.
പുത്രനോട് പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകാൻ പോകുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആര്? ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ. അത് നമ്മുടെ പ്രത്യാശ കേട്ടോ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം കൂടെ ഈ ഭാഗത്തോട് ചേർന്ന് വായിക്കണം. വിശാന്തമായിട്ട് ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് കരുതുന്നു. വാക്യങ്ങൾ എടുക്കുവാനും വായിക്കാനോ നോട്ട് ചെയ്യുവാനും നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ശാന്തമായിട്ട് പറയുന്നത്. വായിച്ചാട്ടോ 1:2-28. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ഇനിയും കുഞ്ഞുങ്ങളെ അവൻ അവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് കേട്ടോ. ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. വേഗത്തിൽ സംഭവിക്കും. ഈ ലോകം അവസാനിക്കും. തിരുസഭ ഇവിടെ നെടുക്കപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ ഉയർക്കും. വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കും. ജീവനോടെ ശേഷിക്കും നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യാശ കൈവിടരുത്. പക്ഷെ ഈ വാക്യം ഇമ്പോർട്ടന്റ് ആണ്. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധി ലജ്ജിച്ചു പോകരുത്. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ചിലര് ലജ്ജിക്കും. പ്രത്യാശ ഉള്ളവൻ ലജ്ജിക്കത്തില്ല. പാടി 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 നരകത്തിൽ പോകരുതേ. സ്തോത്രം. കാഹളം ധ്വനിക്കുമ്പോൾ കൈവിടപ്പെടരുതേ, നഷ്ടപ്പെടരുതേ. ഇത്രയും ഓടി അധ്വാനിച്ച് അവസാനം നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിലുള്ള സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിക്കേ. കുറച്ചുപേരൊക്കെ കൈവിടപ്പെടും. കുറച്ചുപേര് കൈവിടപ്പെടുമെന്ന് ആ വാക്യത്തിനുണ്ട്. ലജ്ജിച്ചു പോകരുതെന്ന്. സ്തോത്രം. ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ദൈവത്തിന്റെ ജനത്തിന് ധൈര്യമുണ്ടാകണം. ചിലര് തലകുനിക്കും. സ്തോത്രം. ചിലർ തലകുനിക്കും. ചിലർ ലജ്ജിതരാകും. ലജ്ജിതരാകാതിരിക്കാൻ അടുത്ത വാക്യം പറഞ്ഞു, അവനിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കണം. കർത്താവിനോട് ചേർന്ന് നടക്കണം. തിരികിതമല്ലാത്ത സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അശുദ്ധി ഉപേക്ഷിക്കണം. പകയും വിദ്വേഷവും കോപവും ഈർഷ്യയും വിട്ടുകളയണം. സ്തോത്രം. ഇതെല്ലാം അകത്തിരുന്ന പോകത്തില്ലെന്നാണ് പറയും വാക്യം. നിങ്ങൾ ലജ്ജിക്കുമെന്ന്. ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കാമോ? മത്തായി സുവിശേഷം 24:30. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾമേൽ മഹാശക്തിയോടും തേജസ് കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോട് കൂടെ അയക്കും. ഇനി കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര പേർക്ക് ഉറപ്പുണ്ട്?
സ്തോത്രം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുകയെന്നറിയാമോ? അതാ കൊലോസ്യലേഖനത്തിലെ പൗലോസിന്റെ വെളിപ്പാട് അതിശ്രേഷ്ഠമായ വെളിപ്പാടാണ്. 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ശ്രേഷ്ഠമായത് ചിന്തിക്കണം, ഉന്നതമായത് ചിന്തിക്കണം. ഈ ഭൂമിയിലെ വേസ്റ്റിനെ പറ്റി ചിന്തിച്ച് സമയം കളയരുത്. ഭൂമി കിട്ടാൻ പോകുന്ന ഒരു പദവിയോ കസാരയോ പോസ്റ്റിങ്ങോ നശിച്ചു പോകുന്ന സമ്പത്തോ ഒരു ഭൂമി കുലുക്കമുണ്ടായാൽ മുഴുവൻ ഉടഞ്ഞു തകർന്നു പോകുന്ന കെട്ടിടങ്ങളോ അല്ല നമ്മുടെ സ്വപ്നം. ഉയരത്തിലുള്ളത്, ഉന്നതമായത്, ശ്രേഷ്ഠമായത്, വിലപിടിപ്പുള്ളത്, ഉറപ്പുള്ളത്, അത് വേണം ദൈവമക്കൾ ചിന്തിക്കേണ്ടത്. ആൾക്കാരുടെ ചിന്ത മുഴുവൻ നാളെക്കുറിച്ച് ചിന്തിക്കരുന്ന വേദപുസ്തകം പറഞ്ഞു. നമ്മൾ നാളെക്കുറിച്ച് ചിന്തിക്കുക. ഭക്തനായ മൂത്താമ്പക്കൽ സാധു കൊച്ചുവേശി പാടിയൊരു പാട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയായിരിക്കും. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. സ്തോത്രം. നാളെക്കൊണ്ട് നമുക്ക് മുഴുവൻ ചിന്ത നാളത്തെ കാര്യമാണ്. ചിലര് രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുമ്പോഴും ഭാര്യയോട് ചോദിക്കുന്നത്, നാളെ രാവിലെ എന്തോ ഇഡലിയാണോ വട്ടയപ്പമാണോ അതോ പുട്ടാണോ? രാത്രി എങ്ങനെയും തീർക്കാന്നുള്ളല്ലേ നാളത്തെ ഭക്ഷണം. അതാ നമ്മുടെ മെയിൻ ചിന്ത, ഭക്ഷണം കഴിക്കരുതെന്നല്ല. നാളെ എൻ്റെ ഭാവി, നാളെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒക്കെ ദൈവം ശ്രേഷ്ഠമായിട്ട് നടത്തും. പ്രിയപ്പെട്ടവരെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണം. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. മരിച്ചവരെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ, ഫിസിക്കൽ ഡെത്ത് സംഭവിച്ച ആളുകളെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ആ വാക്യം നിങ്ങൾ മരിച്ചു എന്ന് കൊലോസ്യ സഭയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളോടാ പറയുന്നത്. നിങ്ങൾ മരിച്ചു, പാപസംബന്ധമായി മരിച്ചു. സ്തോത്രം. പാപസംബന്ധമായി നിങ്ങൾ മരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവൻ ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. എന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. പക്ഷെ നമ്മൾ ഈ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം പേടിയാ. എൻ്റെ പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കെതിരെ അവർ ചെയ്തിരിക്കുന്നു, ഇവർ ചെയ്തിരിക്കുന്നു. ഒരു വരത്തുപോക്കിൻ്റെ പോരുണ്ടെന്ന്. അതാ ഒരു സന്ധ്യ ആകുമ്പോൾ, ഒരു 10-10 ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അപ്പുറത്തെ
നായ്ക്കുട്ടികളെല്ലാം കൂടെ ഓലിയിട്ട് പോകുമ്പോൾ എനിക്കറിയാം വ്യാജ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പിശാചില്ലെന്നല്ല, പിശാചുണ്ട്, പോരാട്ടമുണ്ട്. ദൈവമക്കളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അനധികൃതമായി നിന്നെ ഒരു ദുഷ്ടനും തൊടാൻ കഴിയത്തില്ല. ദുഷ്ട പിശാചിനെ നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്നെ തലമുറയെ തൊടാൻ കഴിയത്തില്ല. നിന്റെ സമ്പത്തിനെ തൊടാൻ കഴിയത്തില്ല. നിന്റെ ആരോഗ്യത്തെ തൊടാൻ കഴിയത്തില്ല. നിന്റെ ശുശ്രൂഷയെ തൊടാൻ കഴിയത്തില്ല. നിന്റെ ഭാവിയെ തൊടാൻ കഴിയത്തില്ല. നിന്റെ വീടിന്റെ മേൽ ഒരു കൃത്രിമം, ഒരു ദുഷ്ട പിശാചിനും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. തമ്പുരാനെ അനുവദിക്കാതെ ഒറ്റ പിശാച് നിന്നെ കോമ്പൗണ്ടിൽ കയറത്തില്ല. പിന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ പിശാച് കയറുന്ന വെച്ചാൽ കയറാൻ കാരണം നമ്മൾ അവൻ കയറാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടല്ലോ ചില വീടുകളിലെ. ഇപ്പൊ സിനിമാശാലയിലൊന്നും പ്രത്യേകിച്ച് പോകുന്നില്ല, പക്ഷെ ചില വീടുകൾ സിനിമാശാലയാ. ഇപ്പൊ പിന്നെ ടി വിയിൽ കണ്ടാൽ എല്ലാവരും കാണുമല്ലോ. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഇച്ചിരി ഡിസ്പ്ലേ വലുത് മേടിച്ചാൽ വൃത്തിയായിട്ട് കാണാമല്ലോ. വ്യാജ് കയറി കിടക്ക വീട്ടില് ഓരോ മുറിയിലും ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള പിക്ചറുകൾ. പിശാചിന് ഇഷ്ടമുള്ള, പിശാചിന് അവന് പ്രവർത്തിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ നിന്റെ വീടിനകത്തോ ജീവിതത്തിനകത്തോ കൊണ്ടുവരരുത്. അതിനെ പുറത്താക്കണമെന്ന്. സ്തോത്രം. ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഒരിക്കൽ പ്രസംഗിച്ച് പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. ഫറവോന്റെ തിണ്ണെ കിടന്നോണ്ടാ പാടുന്നത്, ഫറവോന് ഞാൻ ഇനി അടിമയല്ലെന്ന്. ഫറവോന്റെ വരാന്ത കിടന്നോണ്ടാ പാടുന്നത്, ഫറവോനു ഞാൻ ഇനി അടിമയല്ല. സ്തോത്രം. അടുത്തിരിക്കുന്നവരെ ഒന്നും പരിശോധിക്കണ്ട, തൊട്ടപ്പുറത്തെ ഡിവൈസുകാരെ നോക്കണ്ട, ഇപ്പുറത്തും നോക്കണ്ട. നമ്മളൊന്ന് സ്വയം പരിശോധിച്ചാൽ മതി. എന്തെങ്കിലും പിശാചിന് ഇഷ്ടപ്പെട്ട അവൻ്റെ വല്ല വസ്തുവകകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരിക്കൽ ഒരു ദൈവദാസൻ ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു വീട് ഒരാൾക്ക് വിറ്റപ്പോൾ വാങ്ങിയ മനുഷ്യനോട് ഈ ഉടമസ്ഥൻ പറഞ്ഞു, ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. ഞാൻ ഈ വീട് മൊത്തത്തിൽ താങ്കൾക്ക് എഴുതി തരിക, ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം. പറഞ്ഞു ഇത്രയും താങ്കൾക്ക് എന്താ വെച്ചാൽ എനിക്ക് ആ വീടിൻ്റെ അകത്തെ ആ ഹാളിലെ ഒരാണി അടിക്കാൻ അവസരം തരണോ. ഒരാണി അടിക്കാൻ, ഒറ്റ ആണി, ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ആ ആധാരം എഴുതിയതിനകത്തോടെ എഴുതി വെച്ചു. ഈ മൊത്തം എഴുതി മേടിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഒരാണി അടിക്കാനും കൂടെ സ്ഥലം, അത്രയും മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അലമാര വേണ്ട, കട്ടിൽ വേണ്ട, സെറ്റി വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആ ഒരാണി അടിക്കാൻ അവസരം. അത് ക്ലോസ് വെച്ച് നല്ല വൃത്തിയായിട്ട് എഴുതി. പിറ്റേ ദിവസം അദ്ദേഹം വന്ന് ആണിയടിച്ചു. ആണിയടിച്ചിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വഴി പോകുന്നതിൽ വീട്ടിൽ കയറി. അപ്പോൾ എന്തോ വന്നേ? ഞാൻ ഇവിടെ നിന്ന് വന്നതേ ഉള്ളൂ, എൻ്റെ ആണി അവിടെ ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ഈ കവർ അങ്ങോട്ടൊന്ന് തൂക്കിയിടാൻ വേണ്ടി വന്ന. ഈ കവറൊന്ന് തൂക്കിയിട്ട് ആണിയിലോട്ട് തൂക്കിയിട്ട. ആണി തൂക്കിയിട്ട് പുള്ളി അങ്ങ് പോയി. അവരും വിചാരിച്ചു ഒരാണി, ഒരു കവറ് അവിടെ കിടക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ടും ഈ കൂടെടുക്കാൻ വരുന്നില്ലേ, കവറെടുക്കാൻ ആ മനുഷ്യൻ വരുന്നില്ല. 3-4 ദിവസമായി. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നാറ്റം വെച്ചു തുടങ്ങി. ഏതോ ആഹാര സാധനം മേടിച്ച് തൂക്കിയിട്ട് അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വളിച്ച് പൂളിച്ച് ദുർഗന്ധം വീട് മുഴുവൻ അടിച്ചു. അവരാ കൂടെടുത്ത് പുറത്ത് കളഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് മനുഷ്യൻ വരും, പിന്നെയും അടുത്ത കവറുമായിട്ട് വരുമെന്ന് അവർക്കറിയാം.
നീ ക്ലോസ് വെച്ച് എഴുതി വെച്ചിരിക്കുകയല്ലേ ആധാരത്തിനകത്ത്. ഞാൻ കോടതി പോയാലും അതിന് അദ്ദേഹത്തിന് അനുകൂലം. ഈ വീട്ടുകാരൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു ചുറ്റിക എടുത്ത് ആണി ഒരൊറ്റ അടിക്ക് ഭിത്തിക്കകത്തോട്ട് അങ്ങ് കയറ്റി. ഇനി ഒരു കൂടും അവന് തൂക്കാൻ പറ്റാത്ത രീതിയിൽ ആണി അടിച്ചങ്ങ് പരത്തിയെന്നതിനകത്ത്. ഇതേയുള്ള മാർഗം. ഒരു ദൈവദാസൻ പറഞ്ഞൊരു ഉദാഹരണം ഞാനിപ്പോൾ ഓർത്ത. പിശാച് എന്തെങ്കിലും അവന്റെ സാധന സാമഗ്രികൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ അനധികൃതമായി നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ അകത്ത് കയറാതിരിക്കണമെങ്കിൽ ആ വീട്ടുടമസ്ഥൻ ആണി അടിച്ചകത്തേക്ക് അതിനെ ഭിത്തിക്കകത്തേക്ക് മാറ്റിയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തോടെ പറയുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തു കളഞ്ഞ് ഇനി കാണാതെ വണ്ണം ഇനി ഒരു വസ്തു അതിൽ തൂക്കി ദുർഗന്ധം വമിക്കാതിരിക്കണം എങ്കിൽ നീ അതിനെ പുറത്തു കളയണം. സ്തോത്രം. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ശുദ്ധീകരണം വേണം. ഞങ്ങൾ പെന്തിക്കോസ്തല 4-ാം തലമുറയാ, ഞങ്ങൾ എന്തായാലും പോയിരിക്കും. അങ്ങനെ പാരമ്പര്യം വെച്ചോ 4-ാം തലമുറയാണെന്നോ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം സ്നാനപ്പെടുന്ന ഒന്നും വിഷയമല്ല. എൻ്റെ പൊന്നു സഹോദര സഹോദരി, നീ ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കാഹളം നുലിക്കുമ്പോൾ എടുക്കപ്പെടുകയുള്ളൂ. ഞാൻ ഇന്നലെ റന്നിപ്പാസ്റ്ററുമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ഈ വിവരം ഓർപ്പിച്ച് 2-3 ദിവസം ദൈവദാസൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വാക്യം ഓടി വന്നു. അങ്ങനെയാണ് ഞാൻ ഈ മെസ്സേജ് ഒന്ന് ഒരുക്കിയെടുത്തത്. സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഈ വാക്യം വേദഭാഗങ്ങളൊക്കെ ധ്യാനിക്കുകയും എന്നോട് തന്നെ ഞാനൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയത്. എന്നോട് തന്നെ. നമ്മളീ മുഴുവൻ ആൾക്കാരോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം പ്രസംഗിക്കുന്ന ആൾ വ്യക്തിപരമായിട്ട് പ്രസംഗിക്കണമല്ലോ. സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നീ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ സ്തോത്രം തിരിഹിതമല്ലാത്തതിനെ മുഴുവൻ പുറത്തു കളയണം. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഉറപ്പുണ്ടോ? എന്റെ ജീവൻ ക്രിസ്തുവിൽ ഇപ്പം മറഞ്ഞിരിക്കുക. മന്ത്രവാദിക്കോ ആഭിചാരകനോ ലക്ഷണവിദ്യക്കോ ഒരു ശക്തിക്കും നിന്നെ തൊടാനൊക്കത്തില്ല. ഒരു ശക്തിക്കും. തെളിവ്, ഇയ്യോബിന്റെ വീടിന് ചുറ്റും വേലി കെട്ടിരിക്കുക. സാത്താൻ വന്ന് റൗണ്ട് അടിക്കുക. സാത്താൻ വന്ന് റൗണ്ട് അടിച്ചിട്ട് നോക്കിയപ്പോ ഒരു പഴുതുമില്ല അകത്തോട്ട് കയറാൻ. ഒരു പഴുതുമില്ല. ഒരു ചെറിയ സ്പേസ് പോലും ഇല്ല ഇയ്യോബിന്റെ വീട്ടിലോട്ടൊന്ന് കയറാൻ. സാത്താൻ ഈ ദൈവദൂതന്മാർ നിൽക്കുന്ന സ്ഥലത്തോട്ട് നിൽക്കുക. കാര്യങ്ങൾ ബോധിക്കും. സ്വർഗത്തിലല്ല സാത്താൻ ചെന്നത് കേട്ടോ. സ്വർഗത്തിൽ സാത്താനോ കുലപാതകന്മാർക്കോ ആഭിചാരകന്മാർക്കോ ഭോഷ്ക് പറയുന്നവർക്കോ കുലപാതകന്മാർക്കോ വ്യഭിചാരിണികൾക്കോ ആർക്കും സ്വർഗത്തിൽ പ്രവേശനമില്ല. മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. പക്ഷേ ദൂതന്മാര് നിന്ന് കർത്താവിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്പേസ്, അവിടാണ് സാത്താൻ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അവിടെ ചെന്ന് ഇവിടുത്തെ റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുക. റിപ്പോർട്ട് കൊടുത്തപ്പോഴേ സാത്താനും കയറി നിൽക്കുന്നു. ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നോടാ? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. യവന്റെ തൊഴിലിതാ, ഊടാടി സഞ്ചരിക്കുക. അടങ്ങിയിരിക്കത്തില്ലവൻ, ഊടാടി സഞ്ചരിക്കുക. ആട്ടെ, എന്റെ ദാസനായി ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ? ഊസ്ദേശത്തുണ്ടല്ലോ കോടിക്കണക്കിന് ആളുകൾ കാണുമെന്നേ. ജനസംഖ്യയൊന്നും എനിക്കറിയത്തില്ല. ഊസ്ദേശത്ത് ജനസംഖ്യ എനിക്കറിയത്തില്ല. പക്ഷെ ധാരാളം മനുഷ്യരിവിടെ പാർക്കുന്നുണ്ട് ഊസ്ദേശത്ത്. അവരെ കുറിച്ചൊന്നും തമ്പുരാൻ ചോദിച്ചില്ല. ഊസ്ദേശത്ത് ഭക്തിയോടെ പാർക്കുന്ന, വിശ്വസ്തയോടെ പാർക്കുന്ന ഇയ്യോബിനെ പറ്റി ചോദിച്ചു. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചോ? ദൈവത്തിന് നല്ല ഉറപ്പുണ്ട് ഇയ്യോബിനെ പറ്റി. കാരണം ഇയ്യോബും ദൈവം നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുക.
നമ്മൾ പാർക്കുന്ന ദേശത്ത് കർത്താവിന് നല്ല ഉറപ്പുണ്ടോ? നമ്മളെ അറിയാമോ? ചെല്ലുപെടുന്ന എനിക്ക് കർത്താവിനെ നല്ലപോലെ അറിയാം, അതായിട്ടതായിക്കോട്ടെ. കർത്താവിന് നമ്മളെ അറിയാവുന്ന ഷിബ പാസ്റ്ററോടും ചോദിക്കുക, ഉണ്ടോ? ഉറപ്പുണ്ടോ? ദൈവമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെങ്കിലേ പറ്റുള്ളെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദം കൂടെ ഉണ്ടല്ലോ ഇതിനോട് ചേർത്ത്. അർദ്രിയാക്കടലിൽ വെച്ച് സകലതും നശിക്കാൻ പോവുക, കപ്പല് ഉടയും, ചരക്കുകൾ മുഴുവൻ വെള്ളത്തിലായി, പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷേ അതിൻ്റെ അകത്തിരിക്കുന്ന പടയാളികളും തന്നെ പിടിച്ചോണ്ടിരിക്കുന്നവരെല്ലാം ഭയപ്പെട്ടു. പൗലോസ് പറയാ, പുരുഷന്മാരെ നിങ്ങൾ ഭയപ്പെടാതെ, കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, ഈ യാത്രയിൽ നമുക്കൊരു ക്ലേശം ഉണ്ടാകത്തില്ല, പ്രാണന് നഷ്ടമുണ്ടാകത്തില്ല, ഒരു അപകടം ഉണ്ടാകത്തില്ല. കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ദൈവത്തോട് സംസാരിച്ചു. നല്ല ഉറപ്പല്ലേ? സ്തോത്രം. ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? ഈ മീറ്റിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്തതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവത്തോട് നല്ല ബന്ധമുള്ളവരാണ്. അല്ലാത്തവരൊക്കെ ചുമ്മാ ഇതിനകത്ത് ജോയിൻ ചെയ്യൂ. അവർക്ക് ഈ തിരക്കുള്ള സമയത്തായി ഇപ്പം സൂമിൽ മീറ്റിങ്ങിന് കയറുന്നത്. ആളുകൾ ബിസിയല്ലേ? പക്ഷെ ദൈവത്തോട് നല്ല ബന്ധം പുലർത്തി ജീവിക്കണമെന്നും ആത്മീയമായിട്ട് വളരണമെന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സൂമിലും മറ്റ് മീഡിയയിൽ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയാം. അല്ലാത്തവരാരും ശ്രദ്ധിക്കത്തില്ല. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു 100-ലധികം ആളുകൾ കാണും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഉറപ്പാ. സ്തോത്രം. ഞാൻ പൊതുവിലങ്ങ് പറയാ ഇത് കേട്ടോ, പൊതുവിലങ്ങ് പറയാ, ദൈവത്തോട് ബന്ധമില്ലാത്തവരുണ്ടെന്ന്. സഭയ്ക്കകത്ത് പോകുന്നവരാണെങ്കിലും പലർക്കും ദൈവമായിട്ട് ബന്ധമില്ല. പാട്ടും പ്രാർത്ഥന ആരാധനയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ ദൈവമായിട്ട് ബന്ധമില്ല. അതല്ലേ ചില തിരുമേശ വരുന്ന ഉടനെ മുങ്ങുമല്ലോ. ഭയങ്കര ആരാധന ആരാധിച്ച് തിരുമേശയിലേക്ക് കടക്കുന്ന ഉടനെ ചിലർ മുങ്ങും. ഒന്നിൽ അവർ പെട്ടെന്ന് വെളിയിലോട്ട് അവർക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഫോൺ കോൾ വരും, അല്ലെ എന്തെങ്കിലും അവർ ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോൾ നേരെ തിരിച്ച് കയറി വരികയും ചെയ്യും. പ്രാഗൽഭ്യമില്ലെന്ന്. പിന്നെ അവർ ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് മിച്ചം വരുമല്ലോ, അപ്പവും പാനപാത്രവും, അത് അവിടെ വെച്ചേക്കും, അത് അവർ തീർത്തിട്ട് പൊക്കോളും. ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒത്തിരി എണ്ണം ഉണ്ടെന്ന്. സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നമുക്കൊന്ന് ഉറപ്പിക്കണം, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. എന്റെ ദാസനെ ഇയ്യോബിന്റെ മേൽ നീ വെട്ടിവെച്ചോ? മറുപടി, ഞാൻ എങ്ങനെ അവനെ തൊടും? നീ അവനും അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നെന്ന്. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയ വേലി അനധികൃതമായി ഒറ്റ പിശാചിനെ ഊസ് ദേശത്ത് വ്യാപരിക്കുന്ന ദുഷ്ടയാധിപത്യങ്ങൾക്ക്, അന്ധകാരത്തിനോ ശക്തിക്കോ മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ ലക്ഷണവിദ്യക്കോ ആ കോമ്പൗണ്ടിൽ അനധികൃതമായി കടക്കാൻ കഴിയത്തില്ല. കാരണം ദൈവമാണ് അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത്. സ്തോത്രം. പണ്ടൊക്കെ ദൈവമക്കളുടെ വീടുകൾക്ക് അടുത്തൂടൊക്കെ യാത്ര ചെയ്ത് പോകും. പിന്നെ കാളവണ്ടിയുള്ള കാലത്തും ടോർച്ചും ഒന്നുമില്ലാത്ത കാലമുണ്ടല്ലോ, മെഴുകുതിരി കത്തിച്ച ആളുകൾ നടന്നു പോകുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. നമുക്കൊരു 7 മണി കഴിഞ്ഞ് ദൈവമക്കളുടെ വീടുകൾക്കടുത്തുകൂടെ പോയാൽ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, ആ പാട്ട്, പിന്നെ 91 സങ്കീർത്തനം, അല്ലെങ്കിൽ ലേഖനങ്ങളോ ഒക്കെ കേൾക്കായിരുന്നു സന്ധ്യയാകുമ്പോൾ. രാവിലെയും കേൾക്കായിരുന്നു. രാവിലെ ആളുകൾ ചന്തയ്ക്കൊക്കെ പോകുമ്പം, ജോലിക്കൊക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ദൈവമക്കളുടെ വീടിനടുത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ രാവിലെ എഴുന്നേറ്റും പാട്ട് പാടും. രാവിലത്തെ പാട്ട്,
ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടയൻ നിത്യവാസമേ. സ്തോത്രം. അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. സ്തോത്രം. പാട്ടുകൾ പാടാൻ സമയമില്ലാത്തതല്ല ഞാൻ പാട്ട് പാടിയില്ല. ആ പാട്ടുകളത് പാടായിരുന്നു. ഇപ്പം നമുക്ക് യോഗം നിർത്തേണ്ട സമയമായി. സ്തോത്രം. ഇപ്പം നമ്മുടെ വീടിനടുത്തോടെ പോയാൽ എന്താ കേൾക്കുന്നേ? സ്തോത്രം. പാട്ടും പ്രാർത്ഥനയും കുറഞ്ഞു പോയ വീടുകൾ ഒത്തിരി ഉണ്ട്. അത് ഈ ഹൈന്ദവരുടെ വീടുകൾ അടുത്തൂടെ പോയാലും നിലവിളക്ക് കത്തിച്ച് വെച്ച് ദീപാരാധന അവരുടെ രീതിയിൽ അവരുടേതായ രീതിയിൽ അവരും സന്ധ്യാനമസ്കാരമൊക്കെ ചെയ്യാറുണ്ട്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയാലും അവരും അതുപോലെ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇന്ന് മൊത്തത്തിൽ നോക്കിയേ, ഇന്ന് മനുഷ്യനെ മുഴുവൻ കുരുക്കിയിരിക്കുക. മൊബൈൽ ഫോണും അതും ഇതും ഇൻ്റർനെറ്റും എന്ന് വേണ്ട, എന്നെ ഉൾപ്പെടെ വെച്ചോണ്ടാവുന്നത്. ഇതിനകത്തോട്ട് കയറിയിരുന്നാൽ പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാൻ തോന്നത്തില്ല. അങ്ങനെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും അടുത്ത സാധനം വേറെ കയറി വരും, പിന്നെ വേറെ കയറി വരും. അപ്പോഴാണ് അയ്യോ ഇതെങ്ങനെ തീർന്നിട്ടാട്ടെ, പിന്നെ അടുത്തത് ഇങ്ങനെ തോണ്ടി തോണ്ടി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പിന്നെയും വരികയല്ലേ. പിന്നെ അങ്ങനെ പോയി സമയം പോയി നോക്കിയപ്പോഴത്തേക്കും 10:45. കണ്ണ് രണ്ടും ചുമന്ന്, കണ്ണിന് തൂക്കമേറി. പിന്നെ അവിടോട്ട് തന്നെ ബെഞ്ചിലേക്ക് മൊബൈൽ ഫോൺ വെച്ച് അങ്ങ് സുഖം ഉറക്കം. നല്ല റേഡിയേഷനും കിട്ടും. സ്തോത്രം. ഭക്ഷണത്തിന് വന്നിരുന്നാൽ പോലും അതൊന്നും മാറ്റി വയ്ക്കത്തില്ല. ഞാനൊരിക്കൽ വീട്ടിനെ പറ്റി കേട്ടതാ. ഒരു ചെറിയൊരു കുട്ടയ്ക്കകത്തേക്ക് അപ്പൻ്റെ അമ്മയുടെയും മക്കളുടെ എല്ലാം മൊബൈൽ ഫോൺ ആ കുട്ടയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് അവരവരുടെ ഫോൺ എടുത്തുകൊണ്ട് പോവാം. പണ്ട് അങ്ങനെയല്ലെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പം അതും പറ്റാത്ത സാഹചര്യം. സ്തോത്രം. ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല, കുറ്റം പറയല്ല. മൊത്തത്തിൽ എന്നെ കൂടെ പ്രതിയാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെയൊക്കെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമായിട്ട് പല പല വിഷയങ്ങൾ കയറി വരുന്നു. ഇനിയും കാലം അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ ഇതിനെക്കാട്ടിലും വർദ്ധിക്കാൻ സാധ്യതകളുണ്ട്. മീഡിയ നല്ലതാണ്, മൊബൈൽ ഫോൺ നല്ലതാണ്, ഇൻ്റർനെറ്റ് നല്ലതാണ്, ഉപയോഗിക്കാൻ നല്ലതാണ്. ഇന്നത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ യുഗത്തിലെല്ലാം അത്യാവശ്യമാണ്, ഉപയോഗിക്കണം. ഇവിടെ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കിത് ഓരോ വീടുകളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ സന്തോഷിക്കുന്നു അക്കാര്യത്തിൽ. പക്ഷേ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും സമയങ്ങൾ നശിപ്പിക്കരുത്. പ്രാർത്ഥനയ്ക്കും ദൈവത്തോടുള്ള ബന്ധത്തിനും നിന്റെ ഈ ഭൗതിക വിഷയങ്ങളൊന്നും ഒരു തടസ്സമായി തീരല്ലേ. സ്തോത്രം. ഇതെല്ലാം ദൈവം തന്നതാണ്. പ്രഥമ സ്ഥാനം എൻ്റെ കർത്താവിന് കൊടുക്കണം. പ്രഥമ സ്ഥാനം എൻ്റെ കർത്താവിന്. ഞാൻ ആ ഭാഗം വിടുകയാണ്. കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിച്ചത്, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ കഷ്ടങ്ങൾ സഹിക്കും. ഇതിൻ്റെ കാരണം ക്രിസ്തുവിലുള്ള പ്രത്യാശ അകത്തുള്ളത് കൊണ്ടാണ്.
തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ, 2 വാക്യങ്ങൾ എടുത്ത് വായിക്കണം. ഞാനിവിടെ വായിക്കാം, ദൈവദാസിയോടെ വായിക്കും. സ്തോത്രം. നിങ്ങൾ എടുത്തവർ ശ്രദ്ധിച്ചാണ്. റോമാലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 3-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യക്ഷയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവിന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും, 2-ാം വാക്യം, വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന് 3, 4 വാക്യങ്ങൾ. റോമാലേഖനം. അങ്ങനെ തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടത്തിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം ഭംഗം വരാത്തതിന്റെ കാരണം ഈ കഷ്ടതയിലും ഈ സഹിഷ്ണുതയിലും നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യാശയാണ്. പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ്. പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ്, ഉറപ്പാണ്. സ്തോത്രം. ആത്മാവിൻ്റെ നങ്കൂരമാണ് പ്രത്യാശ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും. എന്താണെന്നറിയാമോ? നങ്കൂരം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഉറപ്പാണ്. കപ്പലുകൾ സമുദ്രത്തിന്റെ ആഴത്തിൽ അവര് ആടി ഉലഞ്ഞു പോകാതിരിക്കും വേണ്ടി നങ്കൂരമിട്ട് ഉറപ്പിക്കുന്ന പോലെ ആത്മാവിൻ്റെ നങ്കൂരമാണ് പ്രത്യാശ. അത് ഉറപ്പുള്ളതാണ്. ഒരിക്കലും പരാജയപ്പെടാതിരിക്കാനാണ് ആത്മാവിൻ്റെ നങ്കൂരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, കഷ്ടതയിലും സഹിക്കാൻ കാരണം പ്രത്യാശ. 2, ആത്മാവിൻ്റെ നങ്കൂരമാണ് പ്രത്യാശ. 3, നീതിമാനും മരണത്തിലും പ്രത്യാശയുണ്ട്. നീതിമാനും മരണത്തിലും. സദൃശ്യവാക്യം 14-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 14:32. കിട്ടിയോ? ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. നീതിമാന് മാത്രമേ ഉള്ള ക്വാളിറ്റി കേട്ടോ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് വീണ്ടും ഈ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. സ്തോത്രം. അത് ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇതില്ല. പൗരസ്ത്യൻ തെസ്സലോനിക്കരെ എഴുതി പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾക്കറിയാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാത്തവർക്ക് ദുഃഖം. പ്രത്യാശയില്ലാത്തവർക്ക് ജീവിതത്തിൽ പ്രശ്നം വന്നാൽ അവർ ആദ്യം അന്വേഷിക്കുന്നത് വിഷക്കുപ്പി എവിടെ, വിഷക്കുപ്പി എവിടെ, റെയിൽവേ ട്രാക്ക് എവിടെ, കോട്ടയം വരെ പോണമല്ലോ. പ്രത്യാശയില്ലാത്തവർക്ക്. ശരി, പ്രത്യാശയില്ലാത്തവരൊക്കെ ചെല്ലു പറഞ്ഞില്ല, ഞാൻ ഈ വീട് വിട്ടു പോകാൻ പോവാ. യോ, എന്റെ 2 പിള്ളേർ കാരണം എനിക്ക് തലവേദന. യോ, ഇത് ജനിച്ചല്ലോ 2 എണ്ണം. യോ,
നമ്മുടെ പ്രാണനും ചൂടാവുന്നേ. കടഭാരവും പ്രശ്നങ്ങളും മക്കളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ബിസിനസ്സിലുള്ള ഞെരുക്കങ്ങൾ, ചെക്കും മാറാതെ പോകുന്നത്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രാണനും ചൂടാവും, പ്രശ്നങ്ങൾ വരും. നമ്മുടെ പ്രാണൻ ചൂടാകുമ്പോൾ നമ്മളാരും വിഷകുപ്പി അന്വേഷിക്കാറില്ല, റെയിൽവേ ട്രാക്ക് അന്വേഷിക്കാറില്ല, ഒരു ചാൻ കയർ അന്വേഷിക്കാറില്ല. കാരണം നമ്മുടെ പ്രാണൻ ചൂടാകുമ്പോൾ അല്പനിമിഷം പ്രാർത്ഥിച്ചാൽ, ദൈവത്തോടൊരു ബന്ധം ഉറപ്പിച്ചെടുത്താൽ അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കും. സ്തോത്രം. ഇതിൻ്റെ അകത്തും പ്രശ്നമുള്ളവരുണ്ട്, എനിക്കറിയാം. പ്രതിസന്ധി കൂടെ പോകുന്നവരുണ്ട്, ജപ്തിയുടെ വക്കീലെത്തിയവർ കാണാം. ബാങ്കുകാർ ഒരു പക്ഷെങ്കിൽ അത് നോട്ടീസ് നമ്മുടെ ഭിത്തിയിലോ കതകിലോ പതിക്കാൻ ചിലപ്പോൾ അവർ ഒരുങ്ങിയിരിക്കായിരിക്കാം. സ്തോത്രം. കരകയറാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം, എങ്ങനെയെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധൻ പറയട്ടെ, പ്രത്യാശ നിനക്കകത്തുണ്ടോ? ഈ പ്രതിസന്ധിയെ നിനക്ക് തരണം ചെയ്യാൻ പറ്റും, ഈ പ്രതികൂലത്തെ തരണം ചെയ്യാൻ പറ്റും. ദൈവം നിനക്ക് വഴികളെ തുറക്കും, പുത്തൻ വഴികളെ തുറക്കും. സാമ്പത്തിക വിഷയത്തിന് പരിഹാരം കർത്താവ് തരും. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ധന്യകരമാക്കും. നിന്റെ വീടിനെ മെച്ചപ്പെട്ട അനുഭവം ദൈവം തുറക്കും. നിന്റെ ശുശ്രൂഷയ്ക്ക് പുത്തൻ വഴികൾ ദൈവം തുറക്കും. നിന്റെ സഭയ്ക്കകത്തേക്ക് ആത്മാക്കളെ ദൈവം നൽകും. പുത്തൻ വിടുതൽ ദൈവം പകരും. വിശ്വസിക്കുന്നവരെ ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു. അകത്ത് പ്രത്യാശയുള്ളവരെ ഓർത്താൻ ദൈവത്തിനും ഒരുപാട് മഹത്വം അർപ്പിക്കുന്നു. ദൈവത്തിന് പ്രത്യാശ. കഷ്ടതയിലും സന്തോഷിക്കാൻ കാരണം പ്രത്യാശയാണ്. പ്രത്യാശ ഒരു നങ്കുരമാണ്. നീതിമാനും മരണത്തിലും പ്രത്യാശയുണ്ട്. സ്തോത്രം. എൻ്റെ ജീവൻ പോയാലും എനിക്ക് പ്രത്യാശയുള്ളത് ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എന്ന പ്രത്യാശയാണ്, മറ്റാർക്കും ഇല്ലത്. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും. പിരിയാബന്ധമാണീതു, പിരിയാബന്ധമാണീതു, പിരിയാബന്ധമാണീതു യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഉലകസ്ഥാപനത്തിൻ മുൻ ഉളവായൊരൻപാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ മുൻ ഉളവായൊരൻപാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ, തിരഞ്ഞെടുത്തവൻ നമ്മെ, തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം
പരലോക പിതാവൂതൻ മകനെ മരിപ്പാതീനായി കുരിശിൽ കൈവെടിഞ്ഞു. അകത്തിരിക്കുന്നവർക്കെല്ലാം ഒരു പ്രത്യാശ, ക്ഷീണിച്ചു പോകുന്ന പ്രത്യാശയല്ല, മടുക്കുന്നതല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. അവന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ആരും ലജ്ജിച്ചു പോകരുത്. അവൻ നമുക്ക് നൽകുന്ന ജീവനുള്ള പ്രത്യാശയാണ്, ഇളകിപ്പോകാത്ത പ്രത്യാശയാണ്, ആത്മാവിന്റെ നങ്കൂരമാണ്. മരണത്തിലും പ്രത്യാശ ഉണ്ടാകുന്നതാണ് നീതിമാന്. ഈ പ്രത്യാശ ധൈര്യപ്പെടാം, ശക്തിപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.